ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഈ ഒരു ബുക്ക് എൻ്റെ ലൈഫിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കോളേജൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ലൈഫിൽ വളരെയധികം ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ, അതായത് എൻ്റെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണ്, ഞാൻ ജീവിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ബുക്ക് റീഡ് ചെയ്യുന്നത്. ഈ ബുക്ക് വായിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിലുണ്ടായ ഒരു തോട്ടാണ് വാട്ട് മേക്സ് യു ഹാപ്പി. അതിലെനിക്ക് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല, മ്യൂസിക്. ഞാൻ ചെറുതിലെ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. വളരെ സങ്കടത്തോടെയാണ് ഞാനത് ബ്രേക്ക് ചെയ്തത്. സോ ഈ ഒരു ബുക്ക് വായിച്ച് തീർന്നുടനെ ഞാൻ ഡിസൈഡ് ചെയ്തു വെരി നെക്സ്റ്റ് ഡേ ഞാൻ മ്യൂസിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമെന്ന്. എങ്ങനെയോ ഞാൻ പെട്ടെന്ന് തന്നെ മ്യൂസിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അതൊരു കഥയാണ്. എനിവേ, എൻ്റെ ആ ഒരു മെൻ്റൽ സിറ്റുവേഷൻ ഫ്ലിപ്പ് ചെയ്തൊരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. നമ്മളെ ഉള്ളിൽ നിന്ന് ഹാപ്പിയാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിരിക്കും. അത് നമ്മൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യാം. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം മറ്റൊന്നിൽ നിന്നും നമുക്ക് കിട്ടില്ല. ശരിക്കും അത്രയും വലിയൊരു ബ്രേക്ക് വന്നതിന് ശേഷം പോകാൻ പറ്റുമെന്നോ പഠിക്കാൻ പറ്റുമെന്നോ എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം എൻ്റെ ലൈഫിലുണ്ടായ മിറാക്കിൾസ് അതൊരു വലിയ കഥയാണ്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം.